ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ടർ ബാല പുള്ളിക്കാരൻ ഇപ്പൊ കണ്ടകശനിയാണെന്ന് തോന്നുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അമൃത ബാലയ്ക്കെതിരെ വന്നു, കോടതിയെ പറ്റിച്ചു, ഞങ്ങളെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇന്ന് അണ്ണാക്കിൽ കോലിട്ട് കുത്തിയാൽ പോലും മിണ്ടാത്ത എലിസബത്തും ബാലയ്ക്കെതിരെ വന്നിരിക്കുകയാണ്. വെറും രണ്ട് കമന്റുമായിട്ടാണ് പുള്ളിക്കാരത്തി വന്നത്. പക്ഷെ ആ രണ്ട് കമന്റും മതി ഇത്രയും നാള് പുള്ളിക്കാരത്തി പറയാൻ വെച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ആ കമന്റിനകത്ത് തുറന്നു പറയുന്നുണ്ട്. നമുക്ക് ആദ്യം ഈ എലിസബത്തിന്റെ കമന്റ് വന്ന വഴി എങ്ങനെയാണെന്ന് നോക്കാം. 13 ദിവസം മുമ്പ് ഗലാട്ട എന്ന് പറയുന്ന ഒരു തമിഴ് ചാനലിൽ നമ്മുടെ ബാലയുടെയും കോകിലയുടെയും ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഈ ഇന്റർവ്യൂവിൽ ബാല കുറച്ച് കാര്യങ്ങൾ എന്താ പറയാ എലിസബത്തിനെ പറ്റി പറയുന്നുണ്ട്. അത് പറയാതെ പറയുന്നുണ്ട്. എലിസബത്ത് ബാലയ്ക്ക് മരുന്ന് മാറി കൊടുത്തു, അത് കുറെ കാലം പുള്ളിക്കാരന് കൺസ്യൂം ചെയ്യേണ്ടി വന്നു എന്ന്. നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം. உண்மையை சொல்கிறேங்க. நான் போன வருஷம் ஆப்ரேஷனில் முடிஞ்சு ஒரு மெடிசன் எனக்கு தப்பாக கொடுத்துட்டாங்க. கொடுத்தவங்க பேரை நான் எதுவும் சொல்லலை. தப்பாக நான் கன்சியூம் பண்ணிட்டேன்னு சொல்லிடுறேன். ஸோ அது ரொம்ப நாளாக நான் தெரியாமல் கன்சியூம் பண்ணியிருந்திருக்கேன். ஸோ அப்பயும் கடவுள் திருப்பி என்னை காப்பாற்றுறாரு. ஒரு 10 நாள் ஹாஸ்பிட்டலில் அட்மிட் ஆகிருந்தேன். அப்போ என் கூட இருக்கா. அந்த அந்த டைமில் என்னை பார்த்துக்க வரா. அந்த 10 ഡേയ്സ്ங்கிறது ബാല ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല. ബാല വളരെ ചിരിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ സ്വസ്ഥമായിട്ട് ഒരു സന്തോഷ കുടുംബം ജീവിച്ച് പോകുന്നു എന്ന് ഇപ്പം ചാനലൊക്കെ ഉണ്ട് പുള്ളിക്കാരത്തേക്ക്. ബാല ഗോകുല എന്നൊക്കെ പറഞ്ഞ ചാനലൊക്കെ ഉണ്ട്. അതിനകത്ത് ഇങ്ങനെ പോവാണ്. നമ്മൾ നോക്കുന്ന ബാല സന്തോഷമായിട്ട് പോകുന്നു, പക്ഷെ അടിയിൽ കൂടെ ഈ പരിപാടിയും കൂടെ ഉണ്ട്. മനസ്സിലായോ? ഇതെല്ലാം കണ്ടും കേട്ടും ഗതി കേട്ടിട്ടായിരിക്കും അണ്ണാക്കിൽ കോലിട്ട് കുത്തിയാൽ പോലും സംസാരിക്കാത്ത എലിസബത്ത് വന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ബാലയ്ക്കെതിരെ ഇട്ടത്. ഇത് ചില്ലറ കളിയല്ല, ഇത് ഇവിടെ അങ്ങും നിൽക്കൂല. സീരിയസ് ക്രൈമാണ്, ലിറ്ററലി ക്രൈമാണ്. ബാലയണ്ണ പെടും, ശിഷ്ടകാലം ജയിലിൽ കിടക്കാം. ഒരു പെണ്ണല്ല നിങ്ങൾ ആർക്കെതിരെ വന്നേക്കുന്നത്, തന്റെ മുന്നേ ഉള്ള 2 ഭാര്യമാരാണ് വന്നേക്കുന്നത്. അത് നമുക്കറിയാത്ത ഇനി എത്ര പെണ്ണുങ്ങളുണ്ടെന്ന് ഇവർ ഈ വോയിസ് റെക്കോർഡും ഒക്കെ പുറത്തു വിടുവാണെങ്കിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. എന്താണെങ്കിലും ബാലയണ്ണന്റെ വേലകൾ കൊള്ളാം. എന്താണ് ഗൈസ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി. അപ്പം ബാലഗോപാലനെ എണ്ണ തേപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉത്സാഹിക്കുക. കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ ശരിയെങ്കിൽ ബൈ.